ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിന്റെ അനുകമ്പാ ദശകം 10ാമത്തെ ശ്ലോകം ഫലശ്രുതിയുടെ അർത്ഥവിചാരമാണ്. അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. ഏറ്റവും ശ്രേഷ്ഠമായ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥവും ജ്ഞാനോപദേശം നൽകുന്ന ശീലമുള്ള ഗുരുക്കന്മാർ പറയുന്ന വാക്കിന്റെ അർത്ഥവും മുനിമാർ അവരുടെ മൗനത്തിലൂടെ വെളിവാക്കുന്ന അർത്ഥവും ഒരേ തരത്തിലുള്ളത് തന്നെയാണ്. ചിന്തിച്ചു നോക്കിയാൽ സകല ആഗമങ്ങൾക്കും പൊരുളായിരിക്കുന്നത് ഒന്നു തന്നെയാണെന്ന് വെളിപ്പെട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ വാച്യാർത്ഥം. അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള മനനമാണ് ഈ അനുകമ്പാദശകം എന്ന കൃതിയിലുടനീളം ഗുരു നടത്തിയിരിക്കുന്നത്. ഈ ഒരു മൂല്യം ആകട്ടെ സാർവത്രികത അഥവാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. അഥവാ സാർവത്രികതയുള്ളതിനെ മാത്രമേ മാനുഷിക മൂല്യങ്ങളായി കണക്കാക്കാവൂ. ഈ മൂല്യം ജീവിതത്തിൽ അർത്ഥവത്തായിരിക്കുന്നതിന് ജാതി, മതം, രാജ്യം എന്നിങ്ങനെയുള്ള വിഭാഗീയതകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് സാരം. സാർവത്രികമായ ഈ മൂല്യത്തിന് ആധാരമായിരിക്കുന്നത് അതേപോലെ തന്നെ സാർവത്രികതയുള്ള ഒരു തത്വാവബോധമാണെന്ന് 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു ചൂണ്ടിക്കാട്ടി. കരുണയെ ചെയ്യുന്നവനായ ദൈവത്തെപ്പറ്റി സദാ ഉള്ള വിചാരമാണ് ആ തത്വം. മതത്തിന്റെ ഭാഷയിൽ അതിനെ ഈശ്വര വിചാരം എന്ന് പറയാം. ദാർശനിക വിചാരത്തിന്റെ ഭാഷയിൽ വ്യക്തിസത്തയ്ക്ക് സമഷ്ടി സത്തയുമായുള്ള അനന്യതാബോധം എന്നും പറയാം. ഏതു തരത്തിൽ പറഞ്ഞാലും അതെല്ലാം അർത്ഥമാക്കുന്നത് ഒന്നു തന്നെയാണ്. അനാദികാലം മുതൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന അർത്ഥവും അതുതന്നെ. ഏതു മതപശ്ചാത്തലത്തിലുള്ള അധ്യാത്മശാസ്ത്രമായാലും ശരി, മതങ്ങൾക്കെല്ലാം അതീതമായി നിൽക്കുന്ന അധ്യാത്മശാസ്ത്രമായാലും ശരി, അതിലെല്ലാം ഇപ്പറഞ്ഞ രണ്ടു വശങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാം. വ്യഷ്ടിക്ക് സമഷ്ടി സത്തയുമായുള്ള ആഭിമുഖ്യവും വ്യക്തിക്ക് സഹജീവികളോടുള്ള അനുകമ്പയും. ഈ സാർവജനീനത്വമാണ് അഥവാ സർവജനങ്ങളെയും സംബന്ധിക്കുന്ന പൊതുവായ ഒന്നാണ് ഫലശ്രുതി എന്ന തരത്തിൽ ഗുരു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു അധ്യാത്മശാസ്ത്രമോ അതിൻ്റെ ഒരു ഭാഗമോ പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ പഠിപ്പിച്ചത് വേണ്ടവണ്ണം പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്താൽ എന്തു പ്രയോജനമുണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് ഋഷിമാർ അടിക്കുറിപ്പ് പോലെ ചേർക്കാറുള്ള ശ്ലോകമാണ് ഫലശ്രുതി. ഫലം വെളിപ്പെടുത്തുന്ന ശ്രുതിവാക്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് വിഷ്ണു അഷ്ടകത്തിന്റെ ഫലശ്രുതിയായി ഗുരു തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വിഷ്ണു അഷ്ടകമിതം പുണ്യം യഃ പഠേത് ഭക്തിതോ നരഃ സർവപാപവിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി. ഈ പുണ്യകരമായ വിഷ്ണു അഷ്ടകം പഠിക്കുന്ന ഭക്തനായ മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണു ലോകത്തെ പ്രാപിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഫലശ്രുതിക്കാകട്ടെ കൂടുതൽ സൂക്ഷ്മമായ സ്വഭാവമാണ് ഉള്ളത്. സകല അധ്യാത്മശാസ്ത്രങ്ങളും സകല ഗുരുക്കന്മാരും മുനിമാരും പറഞ്ഞു തരുന്ന വാക്കുകൾക്കകത്തിരിക്കുന്ന പൊരുൾ ഒന്നു തന്നെയാണ് എന്ന സത്യം വെളിപ്പെട്ട് കിട്ടും എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മറഞ്ഞിരിക്കുന്ന അർത്ഥത്തോടു കൂടിയത് എന്ന അർത്ഥത്തിലാണ് വേദങ്ങളെയും തമിഴിലെ ഭക്തി സാഹിത്യ ഗ്രന്ഥങ്ങളെയും മറ എന്ന് വിളിച്ചു പോരുന്നത്. മലയാളത്തിലും ആ പ്രയോഗമുണ്ട്. വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളാണ് ഭാരതീയരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എങ്കിലും ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളെയും മറകളായിട്ട് കണക്കാക്കണം. അവയിലെല്ലാം കാതലായിരിക്കുന്ന തത്വോപദേശം ഒന്നു തന്നെയാണ് എന്നതും നാം മനസ്സിലാക്കണം.
പൂർവികരിൽ നിന്നും വന്നു ചേർന്നത് എന്ന അർത്ഥത്തിൽ അവയെ ആഗമങ്ങളെന്നും വിളിച്ചു പോരാറുണ്ട്. ചുരുക്കത്തിൽ സകല മതങ്ങളുടെയും ഉപദേശസാരമായി കണക്കാക്കാവുന്നത് ഒരു സത്യമാണ്. ആ സത്യത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഈശ്വര വിചാരവും ജീവകാരുണ്യവും. ഇത് രണ്ടും പരസ്പര പൂരിതങ്ങളാണ്. ഈശ്വര വിചാരത്തിലൂടെ നാം ആർജിക്കേണ്ടത് സഹജീവിയോടുള്ള കാരുണ്യവും ദയയും ഒക്കെയാണ്. അതിനെ സ്വയം തിരിച്ചറിഞ്ഞ് അതിലൂടെ രാജ്യത്തിന്റെയോ ദേശത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒക്കെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് സകലരിലേക്കും സ്നേഹമായി ചൊരിയുവാൻ നാം ശ്രമിക്കണം. ഈ ഫലശ്രുതിയിലൂടെ ഗുരു പറഞ്ഞു തരുന്ന ഈ കൃതിയിലൂടെ അതിന്റെ ഫലശ്രുതിയിലൂടെ എത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹം കൊണ്ട് ഈശ്വരനെ അനുഭവിച്ചറിയാൻ കഴിയും. നാം നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിനെ തിരിച്ചറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ തന്നെയാണ്. ആ ഈശ്വര ചൈതന്യമാവുന്ന സ്നേഹത്തിനെ നാം സകലരിലേക്കും പകർന്നു കൊടുക്കുമ്പോൾ അവരും നമ്മിലെ ഈശ്വര ചൈതന്യത്തിനെ തിരിച്ചറിയും. അങ്ങനെ ഓരോ വ്യക്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എന്ന രീതിയിൽ ഈ അനുകമ്പ അഥവാ സ്നേഹം വർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്ന ഒരേ ഒരു സത്യം. അതിനെ തിരിച്ചറിയുവാനും അതായി ജീവിക്കുവാനും ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരു ഓം തത് സത്ത്.